റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക. അനർഹമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈ ഓഫീസർമാർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരും. ഉദ്യോഗസ്ഥർ നമ്മളെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കും. അതുമാത്രമല്ല, വിപണി വില അത് കൃത്യമായി തന്നെ നമ്മളിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്യും. 2 നില വീടുള്ളവർക്കാണ് കൂടുതൽ പരിശോധന ഉൾപ്പെടെ ഇപ്പോൾ നടന്നു വരുന്നത്. ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് BPL റേഷൻ കാർഡുകൾ, AAY റേഷൻ കാർഡുകൾ എന്നിങ്ങനെ 2 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗക്കാർക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ, അധികം ഭക്ഷ്യധാന്യം സബ്സിഡി നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് മുൻഗണന ഉൾപ്പെടെയുള്ള ഇത്തരം റേഷൻ കാർഡുകളിലേക്കാണ് ലഭിക്കുന്നത്. എന്നാൽ മുൻഗണനാന്തര വിഭാഗക്കാർക്കുള്ള നീല വെള്ള റേഷൻ കാർഡുകളുടെ ഇത്തരം റേഷൻ കാർഡുകൾക്ക് നാമമാത്ര ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് 2 നില വീടുള്ളവരും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് മുന്നിലുള്ള ആളുകളും തന്നെ ഇത്തരത്തിൽ അനർഹമായിട്ട് BPL റേഷൻ കാർഡും AAY റേഷൻ കാർഡും തന്നെ കൈവശം വച്ചിട്ടുള്ളതായിട്ട് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കും അല്ലെങ്കിൽ റേഷൻ കടകളിലേക്ക് തന്നെ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ നിന്നും പരാതി വ്യാപകമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2023 മുതൽ ഉയർന്നുവന്ന പരാതികളുടെ നടപടിക്രമങ്ങൾ ആണ് ഇപ്പോൾ സംസ്ഥാനമാകെ ആരംഭിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാരായിട്ടുള്ളവർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജീവനക്കാരായിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ 1000 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, ഇതോടൊപ്പം തന്നെ 2 നില വീടുള്ളവർ, വാക്ക വീടുള്ളവർ, ഇനി ഇതോടൊപ്പം തന്നെ 1 ഏക്കറിലധികം ഭൂമി സ്വന്തമായിട്ടുള്ള വ്യക്തികൾ, ഇനി 25,000-ൽ കൂടുതൽ വരുമാനമുള്ളവർ, ഇനി വിദേശ രാജ്യത്തെ ജോലി ആ റേഷൻ കാർഡിലുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ റേഷൻ കാർഡിന്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഉപജീവന മാർഗത്തിനല്ലാതെ ടാക്സി എന്ന രീതിയിൽ അല്ലാതെ 4 ചക്ര വാഹനങ്ങൾ ഉള്ള വീടുകളും ഭക്ഷ്യവിതരണ വകുപ്പിന്റെ കർശന നടപടികളാണ് എല്ലാ മേഖലകളിലും ഉള്ളത്. ഓരോ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പരാതികൾ ലഭിക്കുന്ന വീടുകൾ ആദ്യഘട്ടത്തിലും അതോടൊപ്പം തന്നെ സംശയമുള്ള എല്ലാ വീടുകളും കൃത്യമായി നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കാരണം മുൻഗണനാ വിഭാഗത്തിലേക്ക് BPL AAY വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യേണ്ടതുണ്ട്. അനർഹമായിട്ട് BPL കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കൃത്യമായി കണ്ടെത്തി ആക്കുന്നതോടൊപ്പം അർഹുള്ള ആളുകൾക്ക് അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് വിതരണം ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സംസ്ഥാനമാകെ കർശനമായ നടപടിക്രമങ്ങൾ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.